നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയകേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, 3 സീകളുടെ നാട് എന്നറിയപ്പെടുന്ന തലശ്ശേരി ഉൾപ്പെടുന്ന തലശ്ശേരി നിയോജക മണ്ഡലം ബ്രിട്ടീഷ് ഭരണകാലത്തെ വാണിജ്യ കേന്ദ്രം, സാംസ്കാരിക സംഗമഭൂമി, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഇറ്റില്ലം എന്നീ നിലകളിൽ പ്രശസ്തമായ ഈ നാട് ഇന്ന് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ്. തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെടുന്ന തലശ്ശേരി മുനിസിപ്പാലിറ്റിയും ചൊക്ലി, എരിഞ്ഞൂടി, കതിരൂർ, ന്യൂമാഹി, പന്ന്യന്നൂർ എന്നീ 5 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് തലശ്ശേരി നിയോജക മണ്ഡലം. ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് തലശ്ശേരി സാക്ഷ്യം വഹിക്കുന്നത്. അതോടൊപ്പം ഗതാഗതം, ടൂറിസം, വിദ്യാഭ്യാസം, വൈദ്യുതി, കുടിവെള്ളം, നീതിന്യായം തുടങ്ങിയ സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരും കിഫ്ബി എന്ന കേരളത്തിന്റെ അഭിമാന വികസന മാതൃകയും ചേർന്നാണ് ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതും. നമസ്കാരം. കേരളത്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് വിപ്ലവകരമായ തുടക്കം കുറിച്ചതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, അല്ലെങ്കിൽ കിഫ്ബി. ആ കിഫ്ബി രൂപീകരണത്തിന് 25 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. കേരളം ഇന്ന് നേടിയെടുത്ത എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വലിയ പങ്കുവഹിച്ചു എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. കേരളത്തിലെമ്പാടും ഏറ്റവും വലിയ പുരോഗതിയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ളത്. പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് ഈ കിഫ്ബിയിലൂടെയാണ്. ഞാൻ വടക്കൻ കേരളത്തിലെ ഹെറിറ്റേജ് നഗരമായ തലശ്ശേരി ഉൾപ്പെടുന്ന തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. അഭിമാനത്തോടെ പറയാം, തലശ്ശേരിയുടെ സമഗ്ര പുരോഗതിക്ക് കിഫ്ബി വലിയ പങ്കുവഹിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് തന്നെ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ നിരവധി സർക്കാർ വിദ്യാലയങ്ങൾക്ക് 1 കോടി മുതൽ 5 കോടി വരെ ഭൗതിക പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ നേടാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. തലശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കേരളത്തിന് തന്നെ അഭിമാനമാകാവുന്നതുമായ ഒന്നാണ് ആരോഗ്യരംഗത്തുണ്ടായ വലിയ മുന്നേറ്റം. ഇതിൽ പ്രധാന സ്ഥാനം മലബാർ ക്യാൻസർ സെന്ററിന് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചായി ഉയർത്തുന്നതിനുള്ള ബൃഹത് പദ്ധതി. ക്യാൻസർ ചികിത്സാ രംഗത്ത് ഉത്തര മലബാറിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായ MCCയെ രാജ്യത്തെ തന്നെ മികച്ച ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായി മാറ്റുകയാണ് ലക്ഷ്യം. 1ാം ഘട്ടത്തിൽ PG ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തുന്നതിന് 98 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. ഇതിൽ 88 കോടിയിലധികം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. 2ാം ഘട്ട വികസനത്തിനായി 398 കോടിയിലധികം രൂപയുടെ ഭീമമായ പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇതിൽ 47 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. ഇവയ്ക്കെല്ലാം പുറമെ MCCയിലേക്ക് ആവശ്യമായ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി
KMSEL വഴി 56 കോടി രൂപയുടെ പദ്ധതിയും നടപ്പിലാക്കുന്നു. ഇതിൽ 24 കോടിയിലധികം രൂപയുടെ ഉപകരണങ്ങൾ ലഭ്യമാക്കി. രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും താമസിക്കാൻ ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കാനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇവയെല്ലാം പൂർത്തിയാകുമ്പോൾ ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങളും ഗവേഷണ പഠന സൗകര്യങ്ങളും MCCയിൽ ലഭ്യമാകും. ഇത് തലശ്ശേരിയെ ഒരു പ്രധാന ഹെൽത്ത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് സ്കൂളുകളുടെ ഭൗതിക പശ്ചാത്തലം വികസിക്കുമ്പോൾ തന്നെ ആരോഗ്യ മേഖല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. ആ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഈ 8 വർഷത്തിനിടയിൽ ഏതാണ്ട് 600 കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. അതിൽ 200 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. 400 കോടിയുടെ പുതിയ ക്യാൻസർ ബ്ലോക്കിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 400 കോടി വിലമതിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മലബാർ ക്യാൻസർ സെൻറ്റർ ക്യാൻസർ ചികിത്സക്ക് മാറാൻ പോകുമ്പം ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ കിഫ്ബി വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. 600 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മലബാർ ക്യാൻസർ സെൻറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തലശ്ശേരിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി, വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, ആ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിന് വേണ്ടി ജനകീയ മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തപ്പം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 40-ലേറെ കോടി രൂപ കിഫ്ബിയിലൂടെ നാം അനുവദിച്ച് കിട്ടിയത്. അതുപോലെ തലശ്ശേരിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ വികസനത്തിനായി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 68 കോടിയിലധികം രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഇതിൽ 20 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ഇത് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വലിയ മുതൽക്കൂട്ടാകും. ഇവ കൂടാതെ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെയും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെയും പ്രയോജനം തലശ്ശേരിയിലെ ജനങ്ങൾക്കും ലഭിക്കുന്നു. ഈ ആരോഗ്യ പദ്ധതികളെല്ലാം തലശ്ശേരിയിലെ ജനങ്ങൾക്ക് മികച്ചതും പ്രാപ്യമായതുമായ ചികിത്സ ഉറപ്പാക്കും. തലശ്ശേരിയുടെ വാണിജ്യ ടൂറിസം സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെങ്കിൽ മികച്ച ഗതാഗത സൗകര്യങ്ങൾ അനിവാര്യമാണ്. റോഡ്, റെയിൽ, ജലഗതാഗത മാർഗങ്ങളെ ഒരുപോലെ മെച്ചപ്പെടുത്തുന്നതിനുള്ള വലിയ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പ്രധാന റോഡ് പദ്ധതികൾ നോക്കാം. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തലശ്ശേരി, കൊടുവള്ളി, മാമ്പറം, അഞ്ചരക്കണ്ടി, മട്ടന്നൂർ റോഡിന്റെ നവീകരണത്തിനായി പ്രാരംഭ തുക അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവങ്ങാട്, ചമ്പാട് റോഡിന്റെ നവീകരണത്തിനായി പ്രാരംഭ തുക അനുവദിച്ചു. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള തീരദേശ ഹൈവേയുടെ 1ാം റീച്ചായ മാഹി പാലം മുതൽ പയ്യാമ്പലം വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 17 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. മുഴപ്പിലങ്ങാട് ബീച്ച് മുതൽ അഴീക്കൽ വരെയുള്ള ഭാഗവും പരിഗണനയിലുണ്ട്. റെയിൽവേ ലെവൽ ക്രോസുകളിലെ തടസ്സം ഒഴിവാക്കാൻ കൊടുവള്ളിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയായി. കോഴിക്കൽ, പുന്നോൽ എന്നിവിടങ്ങളിൽ പുതിയ ROBകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചു. പുതിയ പാലങ്ങളും യാഥാർത്ഥ്യമാകുന്നു. തലശ്ശേരി മുനിസിപ്പാലിറ്റിയെയും കതിരൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുണ്ടുചിറ പാലം നിർമ്മാണത്തിന് അംഗീകാരമായി. അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ പുഴിഞ്ഞൂലിക്കടവിൽ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിയും പരിഗണനയിലുണ്ട്. പിന്നെ ഗതാഗതം സംബന്ധിച്ച് പറയുമ്പം ഒരുപാട് റോഡുകൾ ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിലേറ്റവും എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് റെയിൽവേ മേൽപ്പാലമാണ്. തലശ്ശേരി, കണ്ണൂർ ഇന്നിപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ സ്റ്റേറ്റ് ഹൈവേയിലെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയ തടസ്സം കൊടുവള്ളിയിലെ റെയിൽവേ ഗേറ്റ് ആയിരുന്നു. ആ റെയിൽവേ ഗേറ്റ് ഇല്ലാതെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം, കൊടുവള്ളി ROB നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ ലാസ്റ്റ് ഫേസിലാണ്. ഒരുപക്ഷെ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 90% പൂർത്തിയായി. കൊടുവള്ളി മേൽപ്പാലത്തിൻ്റെ പണി ഇപ്പം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. ഇത്
തലശ്ശേരിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും വലിയ മുന്നേറ്റമാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ജലഗതാഗത രംഗത്ത് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ മാഹി മുതൽ വളപട്ടണം വരെയുള്ള ഭാഗം വികസിപ്പിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 650 കോടി രൂപയുടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് ജലഗതാഗതത്തിനും ടൂറിസത്തിനും വലിയ സാധ്യതകൾ തുറക്കും. ഈ ഗതാഗത പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ തലശ്ശേരിയുടെ കണക്ടിവിറ്റി വലിയ തോതിൽ മെച്ചപ്പെടും. തലശ്ശേരിയുടെ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കുകയും അതുവഴി ടൂറിസം വികസനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് തലശ്ശേരി ഹെറിറ്റേജ് പ്രൊജക്ട്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാം ഘട്ടത്തിൽ 40 കോടിയിലധികം രൂപയുടെ പദ്ധതിയിൽ 11 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ 36 കോടിയിലധികം രൂപയുടെ പദ്ധതിയിൽ 3.7 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. മൂന്നാം ഘട്ടത്തിൽ ചരിത്രപ്രസിദ്ധമായ തലശ്ശേരി കടൽപ്പാലം കാണാൻ സാധിക്കുന്ന ഓവർബറീസ് പ്ലാസയുടെ വികസനത്തിനായി 29 കോടിയിലധികം രൂപയുടെ പദ്ധതിക്കും ഭരണാനുമതിയായിട്ടുണ്ട്. ഈ പദ്ധതികളിലൂടെ തലശ്ശേരി കോട്ട, ഓവർബറീസ് ഫോളി, ഗുണ്ടട്ട് ബംഗ്ലാവ്, പഴയ കോടതി കെട്ടിടങ്ങൾ, കടൽപ്പാലം തുടങ്ങിയ നിരവധി ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം പുതിയ മ്യൂസിയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, നടപ്പാതകൾ, മറ്റ് വിനോദസഞ്ചാര സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കും. ഇത് തലശ്ശേരിയെ കേരളത്തിൻ്റെ ഒരു പ്രധാന പൈതൃക ടൂറിസം കേന്ദ്രമാക്കി മാറ്റും. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും. മറ്റൊന്ന്, തലശ്ശേരി ശ്രീരാമസ്വാമി ടെമ്പിൾ ഏറ്റവും പുരാതനമായ ടെമ്പിളാണ്. ആ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ്. തലശ്ശേരി പാനൂർ, അവിടേക്കുള്ള തലശ്ശേരി തിരുവങ്ങാട് ചമ്പാട് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത് കിഫ്ബിയിലൂടെയാണ്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഇവ പൂർത്തീകരിക്കപ്പെടുന്നു. തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലേക്കുള്ള റോഡ് നവീകരിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇങ്ങനെ 10 കോടി മുതൽ 600 കോടി രൂപയുടെ വരെ നിർമ്മാണ പ്രവർത്തനം നടന്ന മണ്ഡലമാണ് തലശ്ശേരി. വിദ്യാഭ്യാസ രംഗത്തും മറ്റ് സേവന മേഖലകളിലും തലശ്ശേരിയിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടക്കുന്നു. കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നവീകരണം നടക്കുന്നു. ഫിഷറീസ് വകുപ്പിന്റെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും തീരദേശ മേഖലയ്ക്ക് പ്രയോജനകരമാണ്. നീതിന്യായ രംഗത്ത് തലശ്ശേരിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്ന 50 കോടി രൂപയുടെ പദ്ധതി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കതിരൂരിൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കാനുള്ള പദ്ധതിയും പരിഗണനയിലുണ്ട്.
മറ്റൊന്ന് തലശ്ശേരിയിൽ സൂചിപ്പിക്കാനുള്ളത്, തലശ്ശേരി കോടതി ബൈസെൻറ്റനറി സെലിബ്രേഷൻ നടത്തിയ കോടതിയാണ്. 200 വർഷം പിന്നിട്ടു. 200 വർഷം പിന്നിട്ട ഹെറിറ്റേജ് കോടതിക്ക് പൈതൃക കോടതി സമുച്ചയം നിർമ്മിക്കാൻ വേണ്ടി കിഫ്ബിയുടെ പണം അനുവദിച്ചു. ഏതാണ്ട് 60 കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. ഈ ഡിസംബർ മാസത്തിൽ 2024 പുതിയ കോടതി ജില്ലയ്ക്ക് സമ്മാനിക്കുമ്പം അതിലൂടെയും യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനത്തുടനീളം നിർമ്മിക്കുന്ന ഹോസ്റ്റൽ സമുച്ചയങ്ങളുടെ പ്രയോജനവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഊർജ്ജരംഗത്ത് തലശ്ശേരിയിൽ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്ന 65 കോടിയുടെ പദ്ധതിയും നോർത്ത് മലബാർ ലൈൻസ് പാക്കേജ് വൈദ്യുതി വിതരണം മെച്ചപ്പെടുത്തും. സാംസ്കാരിക രംഗത്ത് തലശ്ശേരിയിൽ സിനിമാ തിയേറ്റർ സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു. VR കൃഷ്ണയ്യർ സ്റ്റേഡിയം നവീകരണം പൂർത്തിയായി. തലശ്ശേരി കൂത്തുപറമ്പ് സമഗ്ര കുടിവെള്ള പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു. KDSKിന്റെ വീടിനടുത്ത് തൊഴിലിടം പദ്ധതിയും യുവജനങ്ങൾക്ക് പ്രയോജനപ്പെടും. ടൂറിസത്തിൻ്റെ മേഖലയിൽ പരിശോധിക്കുമ്പം ഗുണ്ടർട്ട് മ്യൂസിയം നവീകരിച്ചത് കിഫ്ബിയിലൂടെയാണ്. കടൽപ്പാലത്തിൻ്റെ പരിസരം നവീകരിച്ചത് കിഫ്ബിയിലൂടെയാണ്. ഓവർബറീസ് ഫോളി, ഇങ്ങനെ തലശ്ശേരി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 80 കോടിയോളം രൂപയുടെ നിർമ്മാണ ടൂറിസം നവീകരണം നടന്നതും ഈ കിഫ്ബിയിലൂടെയാണ്. അപ്പോൾ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമെന്നൊരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു പോയിരുന്നു. കിഫ്ബിയുടെ നേട്ടം ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു അസംബ്ലി മണ്ഡലമാണ് തലശ്ശേരി. കിഫ്ബിയുടെ 25 വർഷം നാം ആഘോഷിക്കുമ്പം അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, വലിയ രീതിയിൽ വികസനം കൊണ്ടുവരാൻ കിഫ്ബിയിലൂടെ തലശ്ശേരിക്ക് സാധിച്ചു. കിഫ്ബിയുടെ മുന്നോട്ടേക്കുള്ള പോക്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തലശ്ശേരി നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും പൈതൃകത്തിൻ്റെ തനിമയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആധുനിക വികസനത്തിൻ്റെ പാതയിലൂടെ അതിവേഗം മുന്നേറുന്ന ഒരു നാടിൻ്റെ ഉജ്ജ്വലമായ ചിത്രമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന മലബാർ ക്യാൻസർ സെന്ററിന്റെ വളർച്ച, യാത്രാക്ലേശത്തിന് അറുതി വരുത്തുന്ന പുതിയ റോഡുകളും പാലങ്ങളും റെയിൽവേ മേൽപ്പാലങ്ങളും, ജലഗതാഗതത്തിന് പുത്തനുണർവേകുന്ന വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതി, തലശ്ശേരിയുടെ പൈതൃകം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഹെറിറ്റേജ് പ്രൊജക്ട്, അറിവിൻ്റെ ലോകത്തേക്ക് വെളിച്ചം വീശുന്ന നവീകരിച്ച വിദ്യാലയങ്ങൾ, മികച്ച സേവനങ്ങൾ ഉറപ്പാക്കുന്ന കോടതി സമുച്ചയം, തടസ്സമില്ലാത്ത വൈദ്യുതിയും ശുദ്ധമായ കുടിവെള്ളവും ലഭ്യമാക്കുന്ന പദ്ധതികൾ, സാംസ്കാരിക കായിക ഉന്നമനത്തിനുള്ള സംരംഭങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് തലശ്ശേരിയുടെ സമഗ്രമായ പുരോഗതിക്ക് അടിത്തറ പാകുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ ചരിത്രഭൂമിയിലേക്ക് എത്തുന്നത്. ഇത് കേവലം കണക്കുകളല്ല, മറിച്ച് തലശ്ശേരിയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ ഉറച്ച കാഴ്ചപ്പാടാണ്. പൂർത്തിയായതും പുരോഗമിക്കുന്നതും വരാനിരിക്കുന്നതുമായ ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ തലശ്ശേരി സാമൂഹികമായും സാമ്പത്തികവുമായും സാംസ്കാരികമായും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കും. ഈ വികസന മുന്നേറ്റം തലശ്ശേരിയുടെ യശസ് ഇനിയും ഉയർത്തുമെന്നതിൽ സംശയമില്ല. കോട്ടയം ജില്ലയിലെ കേരള രാഷ്ട്രീയത്തിൽ തനതായ സ്ഥാനം നേടിയ അക്ഷരനഗരിയുടെ ഭാഗമായ റബ്ബർ തോട്ടങ്ങൾക്കും ഹരിതാഭയ്ക്കും പേരുകേട്ട പുതുപ്പള്ളി നിയോജക മണ്ഡലം. സാംസ്കാരികവും സാമൂഹികവുമായ പാരമ്പര്യമുള്ള ഈ നാട് സംസ്ഥാന സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകളുടെ ഭാഗമായി പുതിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കോട്ടയം താലൂക്കിലെ അകലക്കുന്നം, അയർക്കുന്നം, കൂരേപ്പട, മണർക്കാട്, മീനടം, പാമ്പാടി, പുതുപ്പള്ളി എന്നീ 7 ഗ്രാമപഞ്ചായത്തുകളും ചങ്ങനാശ്ശേരി താലൂക്കിലെ വാകത്താനം ഗ്രാമപഞ്ചായത്തും ചേർന്നതാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലം. ഈ പഞ്ചായത്തുകളിലെല്ലാം വികസനത്തിൻ്റെ പുതിയ കാറ്റ് വീശുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ പുതുപ്പള്ളിക്കും ഈ പഞ്ചായത്തുകൾക്കും പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകി. അവയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്ന ഈ പദ്ധതികൾ പുതുപ്പള്ളിയുടെ ഭാവിയെ എങ്ങനെയാണ് കൂടുതൽ ശോഭനമാക്കുന്നത്? കൂടുതൽ വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവതലമുറയുടെ വിദ്യാഭ്യാസമാണ്. കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ലോകശ്രദ്ധ നേടിയതാണ്. അതിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വലിയ പദ്ധതികളുടെ ഗുണഫലങ്ങൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന
കോട്ടയം ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതി ഇതിന് ഉദാഹരണമാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റാണ് ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി. എന്താണ് ഈ നവീകരണം? പഴയതും ജീർണിച്ചതുമായ ക്ലാസ് മുറികൾക്ക് പകരം പുതിയതും ആകർഷകവും സുരക്ഷിതവുമായ കെട്ടിടങ്ങൾ വരുന്നു. സാധാരണ ക്ലാസ് മുറികൾക്ക് പകരം ലാപ്ടോപ്പും പ്രൊജക്ടറും ഇന്റർനെറ്റ് സൗകര്യവുമുള്ള ഹൈടെക് ക്ലാസ് മുറികൾ ഒരുങ്ങുന്നു. ശാസ്ത്ര വിഷയങ്ങൾ കണ്ടുപഠിക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകൾ, അറിവിൻ്റെ ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, ഇങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ യാഥാർത്ഥ്യമാകുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കും ഈ മാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കും. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക മാത്രമല്ല, പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ മാറ്റം വരുത്താനും സഹായിക്കുന്നു. മികച്ച പഠനാന്തരീക്ഷം കുട്ടികൾക്ക് സമഗ്രമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. പൊതുജന ആരോഗ്യ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ചും കോവിഡ് പോലുള്ള മഹാമാരികൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങളുടെ വെളിച്ചത്തിൽ ഭാവിയിലെ ഏത് ആരോഗ്യ അടിയന്തരാവസ്ഥയും നേരിടാൻ പ്രാദേശിക തലത്തിൽ തന്നെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും, അതായത് എല്ലാ മണ്ഡലങ്ങളിലും 10 കിടക്കകളോട് കൂടിയ ആധുനിക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള അതിബൃഹത്തായ പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് കിഫ്ബി ധനസഹായത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഏകദേശം 236 കോടി രൂപ അടങ്കലുള്ള ഈ വലിയ പദ്ധതിക്കായി ഇതിനകം 108 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ പണം അനുവദിച്ചു കഴിഞ്ഞു. ഈ സംസ്ഥാനതല പദ്ധതിയുടെ പ്രയോജനം സ്വാഭാവികമായും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ രോഗികളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി സുരക്ഷിതമായി പാർപ്പിച്ച് ആവശ്യമായ ചികിത്സ നൽകാൻ ഈ വാർഡുകൾ സഹായിക്കും. ഓക്സിജൻ സൗകര്യം, മറ്റ് അനുബന്ധ മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ വാർഡുകളിൽ ഉറപ്പാക്കും. ഇത് രോഗവ്യാപനം തടയുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ പ്രാദേശികമായി തന്നെ മികച്ച ചികിത്സ നൽകുന്നതിനും സഹായിക്കും. വിദഗ്ധ ചികിത്സകൾക്കായി ദൂരെയുള്ള വലിയ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇത് മാറ്റം വരുത്തും. ഓരോ മണ്ഡലത്തിലും ഇത്തരമൊരു ആരോഗ്യ സുരക്ഷാ കവചം ഒരുക്കുകയാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത്. വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള തൊഴിൽ നൈപുണ്യം ആർജിക്കുക എന്നത്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾ മാറുന്നു. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ യുവതലമുറയെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വീടിനടുത്ത് തൊഴിലിടം. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന തലത്തിൽ 27.5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. പഞ്ചായത്ത് തലത്തിൽ തന്നെ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ കോഴ്സുകളിൽ യുവതീ-യുവാക്കൾക്ക് പരിശീലനം നൽകുക എന്നിവയൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പരിശീലനം നേടുന്നവർക്ക് മികച്ച കമ്പനികളിൽ ജോലി നേടാൻ സഹായിക്കുന്നതിനൊപ്പം സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനോ ഫ്രീലാൻസായി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലി കണ്ടെത്താനോ ഉള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും തൊഴിൽ ചെയ്ത് സാമ്പത്തിക ഭദ്രത നേടാൻ ഇത് വലിയ അവസരമൊരുക്കും. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ യുവജനങ്ങൾക്കും ഈ സംസ്ഥാന പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇത് തൊഴിലില്ലായ്മ ലഘൂകരിക്കുന്നതിനൊപ്പം നാടിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകാനും സഹായിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം എന്നീ 3 നിർണായക മേഖലകളിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഇടപെടലുകളുടെ പ്രയോജനം പുതുപ്പള്ളി മണ്ഡലത്തിനും ലഭിക്കുന്നു എന്നത് വ്യക്തമാണ്. പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കോട്ടയം ക്ലസ്റ്റർ പദ്ധതി, ഏത് ആരോഗ്യ അടിയന്തരാവസ്ഥയും നേരിടാൻ പ്രാദേശികമായി സജ്ജമാക്കുന്ന ഐസൊലേഷൻ വാർഡുകൾ, യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകുന്ന നൈപുണ്യ വികസന പദ്ധതി, ഇവയെല്ലാം പുതുപ്പള്ളിയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ഈ പദ്ധതികളെല്ലാം കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെയാണ് നടപ്പാക്കുന്നത് എന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് പണം ഒരു തടസ്സമാകില്ല എന്ന സർക്കാരിൻ്റെ ഉറച്ച നിലപാടിന് അടിവരയിടുന്നു. തീർച്ചയായും ഒരു മണ്ഡലത്തിൻ്റെ വികസനം ഈ 3 പദ്ധതികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഗതാഗതം, കുടിവെള്ളം, കൃഷി, ടൂറിസം തുടങ്ങി മറ്റ് നിരവധി മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകാം. എന്നാൽ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ അനുസരിച്ച്
ഈ പ്രധാന പദ്ധതികൾ പുതുപ്പള്ളിക്ക് നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. ഈ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി അതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പുതുപ്പള്ളി നിയോജക മണ്ഡലം പുരോഗതിയുടെ പാതയിൽ കൂടുതൽ വേഗത്തിൽ മുന്നേറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.